കേരളത്തിൻ്റെ മണ്ണിൽ ഏറ്റവും വലിയ ആഘോഷം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഓണം എന്നതായിരിക്കും. ഒരു കാലത്ത് പട്ടിണിയുടെയും വറുതിയുടെയും കർക്കിടക മഴക്കാലമൊക്കെ മാറി ഗ്രാമങ്ങളിലെങ്ങും പൂക്കൾ പൂത്തുലയുന്ന ചിങ്ങമാസത്തിലാണ് ഓണം കടന്നു വരുന്നത്. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം എന്നത് കേരളീയരുടെ ദേശീയ മഹോത്സവവുമാണ്. അത്തം നാളിൽ വീട്ടുമുറ്റത്ത് കുഞ്ഞു പൂക്കളമിട്ട് തുടങ്ങി 10-ാം നാളിൽ തിരുവോണം. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേരുന്ന ഓണക്കോടിയും ഊഞ്ഞാലാടിയും ഓണക്കളികൾ കളിച്ചും വിഭവസമൃദ്ധമായ സദ്യയുമൊക്കെയായി ആഘോഷിക്കപ്പെടുന്ന ഓണം വെറുമൊരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മ മാത്രമല്ല, 1000-ലധികം വർഷത്തിൻ്റെ ചരിത്രവും അതിനിടയിലെ ഐതിഹ്യങ്ങളും മാറ്റങ്ങളുമൊക്കെ ഒത്തുചേർന്ന ഒരു വലിയ ചരിത്രയാത്ര തന്നെയാണ്. മഹാബലിയുടെ കഥയ്ക്കപ്പുറം ഓണത്തിന് മറ്റെന്തെങ്കിലും ചരിത്രമുണ്ടോ? പുരാതന കേരളത്തിൽ ഓണം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങി ഒട്ടനവധി തേടലുകൾ നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഓണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഓണം സത്യത്തിൽ പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. കാലവർഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് നെല്ലും മറ്റ് ധാന്യങ്ങളും അറകളിൽ സംഭരിച്ച് നാട്ടുകാരെല്ലാം സന്തോഷത്തിലേക്ക് വരുന്ന കാലം. അപ്പോഴാണ് തിരുവോണം ആഘോഷിക്കപ്പെടുന്നത്. ഈ ഒരു സമയത്ത് സകലരും കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ട് ഏവരും അത് ആഘോഷമാക്കുന്നു. അപ്രകാരം ഓണം എന്ന ദേശീയ മഹോത്സവം കേരളീയരുടെ കാർഷിക ഉത്സവവുമായും നിറഞ്ഞു നിൽക്കുന്നു. പുരാണ ചരിത്രം എന്നപ്പോൾ ഓണത്തിൻ്റെ ചരിത്രത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങളും വഴികളുമൊക്കെ അതിൻ്റെ പ്രാധാന്യത്തിൽ തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട്. എങ്കിലും ആധുനിക കേരളം രൂപപ്പെടുന്നതിനും എത്രയോ കാലങ്ങൾ മുന്നേ തന്നെ, നൂറ്റാണ്ട് മുന്നേയുള്ള പുസ്തകങ്ങളിൽ പോലും ഇന്ന് കാണുന്ന രീതികളിലൊക്കെ തന്നെയാണ് ഓണം നിലകൊള്ളുന്നത് എന്ന് കാണാം. മറ്റൊരർത്ഥത്തിൽ കേരളത്തിലാകെ ഓണം ഒരു ദേശീയോത്സവമായി തന്നെ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒട്ടേറെയായി. ഈ ഓണത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് ചരിത്ര നിരീക്ഷണങ്ങൾ നടത്താം. എന്നാൽ അതിനു മുന്നേ നാം പരിചയിച്ച വഴികളിൽ ഏവരും പ്രാധാന്യത്തോടെ പറഞ്ഞു പഠിപ്പിച്ച ഒരു ഐതിഹ്യം നമുക്ക് മുന്നിലുണ്ട്. വാമൊഴിയായും പാട്ടുകളായും കൈമാറി വന്ന ഈ ഒരു ഐതിഹ്യം സാംസ്കാരികമായി ഒരു വലിയ സമത്വ സങ്കല്പത്തെ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാവേലി നാട് വാണിടും കാലം മാലോകരെല്ലാവരും ഒന്നുപോലെ എന്ന് ഓണപ്പാട്ടിൽ നാം പാടിയും കേട്ടും പഠിച്ചത് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓണം എന്ന ജനപ്രിയ മഹോത്സവത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രബലമായ കഥ മഹാവിഷ്ണുവിൻ്റെ അവതാര സങ്കല്പത്തോടും അസുരഭരണാധികാരിയായിട്ടുള്ള മഹാബലിയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അസുര ചക്രവർത്തിയായ മഹാബലി അഥവാ മാവേലി ഭരിച്ചിരുന്ന കേരളത്തിൻ്റെ കാലം ഭൂമിയിലെ സുവർണ കാലഘട്ടമായിരുന്നു. ഓണപ്പാട്ടിൽ പറഞ്ഞതുപോലെ ജാതി മത വർഗ സാമ്പത്തിക വേർതിരിവുകളില്ലാത്ത ഒരു ഭരണ സംവിധാനത്തെയും അവിടെ സൂചിപ്പിക്കുന്നു. മഹാബലി പ്രബലവും സത്യവാനും ധർമ്മിഷ്ഠനുമായി തൻ്റെ പ്രജകൾക്കായി ഭരണം നടത്തി. അസുര രാജാവാണെങ്കിലും മഹാബലിയുടെ ഭക്തിയിലും ധർമ്മനിഷ്ഠയിലും രാജ്യത്തിൻ്റെ സമൃദ്ധിയിലും പ്രജകളുടെ സ്നേഹത്തിലും സ്വർഗാധിപതിയായ ഇന്ദ്രൻ പരിഭ്രാന്തനായി. മഹാബലിയുടെ വർദ്ധിക്കുന്ന പ്രശസ്തി തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടുത്തുമെന്ന് ദേവന്മാർ ഭയന്നു. അങ്ങനെയുണ്ടായ അപേക്ഷകൾ പ്രകാരം മഹാവിഷ്ണു വാമനൻ എന്ന കുറിയ ബ്രാഹ്മണനായി അവതരിച്ചു. തൻ്റെ ഭക്തനായിട്ടുള്ള മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതാക്കുക, ദേവീദേവന്മാരുടെ ഭയം മാറ്റുക എന്നതൊക്കെയായിരുന്നു അവതാര ലക്ഷ്യം. അങ്ങനെ മഹാബലി നടത്തിയിരുന്ന അശ്വമേധ യാഗശാലയിലേക്ക് വാമനൻ കടന്നു ചെല്ലുകയും യാചിക്കുന്നതെന്തും നൽകുന്ന ദാനശീലനായ മഹാബലിയോട് തപസ് ചെയ്യാൻ സ്വന്തം കാലടി അളവിൽ 3 അടി മണ്ണ് വേണമെന്ന് വാമനൻ ആവശ്യപ്പെടുകയും ചെയ്തു. വന്നിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്നും ഇത് അസുരവംശത്തിൻ്റെ നാശത്തിനെന്നും മുന്നറിയിപ്പ് ലഭിച്ചെങ്കിലും മഹാബലി വാമനന് 3 അടി മണ്ണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വാമനൻ ആദ്യത്തെ അടിയളവിൽ ഭൂമി മുഴുവനും അളന്നെടുത്തു. രണ്ടാമത്തെ അടിയളവിൽ ആകാശവും അന്തരീക്ഷവും സ്വർഗലോകവും അളന്നെടുത്തു. 3-ാമത്തെ അടിവയ്ക്കാൻ ഒരിടവും ബാക്കിയില്ലെന്ന് കണ്ട മഹാബലി തൻ്റെ വാക്ക് പാലിക്കാനായി ശിരസ് നമിച്ചു കൊടുത്തെന്നും മഹാബലിയുടെ നിസ്വാർത്ഥതയിലും ആത്മസമർപ്പണത്തിലും പ്രീതനായ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ശിരസിൽ പാദം വെച്ച് പാതാളത്തിലേക്ക് സുതലം എന്ന ലോകത്തേക്ക് അമർത്തി മോക്ഷം നൽകി എന്നുമാണ് കഥ. തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ വിട്ടുപിരിയാൻ വിഷമിച്ച മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭൂമിയിലെത്തി പ്രജകളെ കാണാനുള്ള അനുവാദവും ലഭിച്ചു. ഇതിൻ്റെ ഓർമ്മയിലാണ്
ഓരോ വർഷവും മഹാബലിയെ സ്വീകരിക്കാൻ കേരളീയർ ചിങ്ങമാസത്തിലെ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് നാം പൊതുവിൽ കേട്ടിട്ടുള്ളതും ഐതിഹ്യപരമായി ഏറ്റവും പ്രസിദ്ധിയുള്ളതുമായ കഥ ഇതാണ്. ഇനി ഓണമെന്ന ഉത്സവത്തെ ചരിത്രപരമായി നോക്കിക്കാണുമ്പോൾ ഇത്തരം ഐതിഹ്യങ്ങളും മറ്റ് അനുബന്ധ കഥകളുമൊക്കെ ഒട്ടനവധി നൂറ്റാണ്ടുകളുടെ ചരിത്ര വഴികളിൽ പല കാലങ്ങളിലായി നമ്മുടെ സംസ്കാരത്തിലേക്ക് വന്നു ചേർന്നു എന്ന് കാണാവുന്നതാണ്. ഓണം എന്ന മഹോത്സവത്തിൻ്റെ ചരിത്രപരമായ വേരുകൾ ചെന്ന് കിടക്കുന്നത് പ്രാചീന കേരള തമിഴ്നാട് മേഖലകളുടെ കാർഷിക സംസ്കാരത്തിലും സാഹിത്യത്തിലുമൊക്കെയാണ് എന്ന് കാണാം. അടിസ്ഥാനപരമായി ഓണം എന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വിളവെടുപ്പ് ഉത്സവം തന്നെയാണ്. ഇടവപ്പാതിയിലെയും കർക്കിടകത്തിലെയും ഒക്കെ കഠിനമായ മഴയും പേമാരിയും കാരണം ജനങ്ങൾ പട്ടിണിയിലും ക്ഷാമത്തിലും നിലകൊള്ളുന്നു. എന്നാൽ ചിങ്ങമാസമാവുന്നതോടെ വയലുകളിൽ നെല്ല് വിളയുകയും ആകാശം തെളിയുകയും ചെയ്യുന്നു. അപ്രകാരം പട്ടിണി മാറി ധാന്യങ്ങളും പച്ചക്കറികളും ലഭിച്ച് ജനങ്ങൾ സന്തോഷത്തിലാവുമ്പോൾ പ്രകൃതിയോടും ദൈവത്തോടും നന്ദി പറയാൻ സംഘടിപ്പിച്ച ഒരു ആഘോഷമായിരുന്നു ഇത്. സംഘകാലത്തെ തമിഴ് സാഹിത്യത്തിലൊക്കെ ഓണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാം. ഉദാഹരണത്തിന് 2-ാം നൂറ്റാണ്ടിൽ മാങ്കുടൈ മരുതനാർ എഴുതിയ മധുരൈ കാഞ്ചി എന്ന കൃതിയിൽ പാണ്ഡ്യദേശത്തിൻ്റെ ഭാഗമായ മധുരയിൽ ഓണം ആഘോഷിച്ചിരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ കാലത്തെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിൻ്റെ അഥവാ മായോൻ്റെ ജന്മനാളായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ജനങ്ങൾ പൂജയും പുതുവസ്ത്രങ്ങളുമൊക്കെ അണിഞ്ഞിരുന്നു. വലിയ തോതിലുള്ള സദ്യയുമൊക്കെ അന്ന് നൽകി വന്നിരുന്നു. അതുപോലെ സംഘകാലത്ത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു വിളവെടുപ്പ് മഴ ഉത്സവമായിരുന്നു ഇന്ദ്രവിഴ എന്നത്. ഇത് പിന്നീട് ഓണമായി മാറി എന്നും പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. മഴയുടെ ദേവനായ ഇന്ദ്രനെയും കാർഷിക സമൃദ്ധിയുടെ ദൈവമായ മായോനെയും ആരാധിക്കാൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ തിരഞ്ഞെടുത്തതായും പറയാറുണ്ട്. അതുപോലെ ആ സമയത്ത് വ്യത്യസ്ത തരം മനുഷ്യർ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചിരുന്നെന്നും ഭേദചിന്തകളില്ലാത്ത മനുഷ്യർ ഒന്നിച്ചിരുന്നു എന്നും പറഞ്ഞു വയ്ക്കുന്നു. അതായത് മഹാബലിയുടെയും വാമനൻ്റെയും കഥകൾ പ്രചാരത്തിലാകുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പ്രകൃതി നൽകുന്ന സമൃദ്ധിയുടെയും വിളവെടുപ്പിനെയും ആഘോഷിച്ചിരുന്ന ഒരു മനുഷ്യ കൂട്ടായ്മയെ നമുക്ക് കണ്ടെത്താം. അത് പിന്നീടുണ്ടായ മാറ്റങ്ങളിൽ ഓണമായി പരിണമിച്ചു എന്നും പറയാം. സംഘകാലത്തെ കാർഷിക വിളവെടുപ്പ് ഉത്സവത്തിൽ നിന്ന് മാറി ഓണം ഒരു വലിയ സാംസ്കാരിക രാഷ്ട്രീയ ഉത്സവമായി രൂപപ്പെടുന്നത് 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇന്നത്തെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി AD 9-12 നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയിരുന്ന പെരുമാൾമാരുടെ കാലത്ത് ഓണം എന്നത് കേന്ദ്രീകൃതമായ ഭരണകൂട പിന്തുണയുള്ള ഒരു വലിയ ഉത്സവമായി മാറിത്തുടങ്ങി. ഈ കാലത്ത് കേരളത്തിൽ സാമൂഹികമായ മാറ്റങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ കാലത്ത് വൈഷ്ണവ സാംസ്കാരിക പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതോടെ ഈ മേഖലയുടെ പ്രധാന ആസ്ഥാനമായി തൃക്കാക്കര ക്ഷേത്രം മാറുന്നുണ്ട്. കാരണം ഇവിടേക്ക് ചേര രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരുമൊക്കെ എത്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം കഴിഞ്ഞ് അവിട്ടം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് തൃക്കാക്കരയിൽ നടന്നിരുന്നത്. ഓണത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ വലിയ രേഖകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ചേര രാജാവായ ഭാസ്കര രവിവർമ്മൻ്റെയും മറ്റു പെരുമാൾമാരുടെയും കാലത്തെ തൃക്കാക്കര ലിഖിതങ്ങളിൽ ഓണാഘോഷം നടത്തുന്നതിനായി നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരുമൊക്കെ ഭൂമിയും നെൽകും സ്വർണവുമൊക്കെ ദാനമായി നൽകിയതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേര രാജാവ് കേന്ദ്രീകൃതമായ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ നിർദ്ദേശങ്ങൾ പ്രകാരം ഓണം എന്നത് ഒരു ദേശീയ കൂട്ടായ്മയായി മാറി എന്നും കാണാം. ഏതായാലും ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്തോടെ പ്രകൃതിദത്തമായ കാർഷിക ഉത്സവത്തിൽ നിന്ന് മാറി ക്ഷേത്രങ്ങളും ബ്രാഹ്മണ സഭകളും ഭരണാധികാരികളും ചേർന്ന് നടത്തുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ഉത്സവമായി കൂടി ഓണം മാറുന്നുണ്ട്. എല്ലാ മേഖലയിലും ഈ മാറ്റം സംഭവിച്ചു എന്ന് പറയുക സാധ്യമല്ല. കേരളത്തിൻ്റെ പല മേഖലകളിലും സാമൂഹിക ഇടങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഈ കഥകളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒട്ടനവധി വേറെയും കഥകൾ നമുക്ക് കാണാനാവും. ഉദാഹരണത്തിന് മഹാബലിയുടെ കഥ തന്നെ മഹാവിഷ്ണു വാമനനായി മഹാബലിയുടെ രാജ്യം പിടിച്ചെടുത്ത് നാഗലോകത്തേക്ക് അയച്ചു എന്നും അദ്ദേഹം അവിടെ എത്തി ഒരു രാജധാനി ഏർപ്പെടുത്തി ജനങ്ങളെ നല്ലപോലെ ഭരിച്ചു എന്നും കാണാം. ആ പ്രദേശം പിന്നീട് കേരളമായി എന്നും പറയുന്നു. നർമ്മദാ തീരത്തായിരുന്നു മഹാബലിയുടെ ദേശമെന്നും അവിടെ അശ്വമേധയാഗം നടത്തുന്നതിനിടയിലാണ് വാമനനായി വിഷ്ണു എത്തുന്നത് എന്നും ചിലയിടത്ത് കാണാം. മഹാബലിയുടെ വംശം വളരെ കാലം കേരളം ഭരിച്ചെന്നും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയാണ് ആദ്യകാല ചേര സാമ്രാജ്യമെന്നും പറയാറുണ്ട്. കാലാന്തരത്തിൽ ആദിചേരന്മാരുടെ ഭരണം അവസാനിച്ചു. അത് രാജകുടുംബം അന്യം നിന്നു പോയതുകൊണ്ടോ അവരുടെ ശക്തി ക്ഷയിച്ചതോ കൊണ്ടോ എന്നൊന്നും തെളിവില്ല. എങ്കിലും കേരളീയർക്ക് ഒരിക്കലും മറക്കാനാവാത്ത മികച്ച ഭരണകാലം അത് സൃഷ്ടിച്ചെന്നും മാവേലിയുടെ ഭരണകാലത്തെ തങ്ങളുടെ സുവർണകാലമായും ആ ജനത കരുതി.
മഹാബലി വർഷത്തിലൊരിക്കൽ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ ദിനത്തിൽ തൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തെയും ജനങ്ങളെയും കാണാനായി വരുമെന്ന സങ്കല്പം ശക്തിപ്പെട്ടു. അപ്രകാരം സകല കേരളീയരും അന്നേ ദിവസം ഒരുങ്ങി ഭക്ഷണമുണ്ടാക്കി ആ ദിനത്തെ ആഘോഷിച്ചു വന്നു. ഇവിടെ പരശുരാമൻ കേരള ഭൂമിയെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുവെന്നും അദ്ദേഹം തിരുവോണ ദിനത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടും ചിലരൊക്കെ ഐതിഹ്യം പറയുന്നതായി കാണാം. ഇത് തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി മഹാബലിയുടെ കഥയും കാണാം. ഇനി ചരിത്രപരമായി തന്നെ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലൊരു ഓണം സാർവത്രിക ഉത്സവമായി മാറി എന്നും പറയാവുന്നതാണ്. ഒരു കാലത്ത് കാർഷിക വിളവെടുപ്പ് ആഘോഷമായിരുന്ന ഓണം ഈ ഒരു കാലഘട്ടത്തിൽ പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ ആചാരപരമായ അടിത്തറയൊക്കെ ലഭിച്ച് കേന്ദ്രീകൃതമായൊക്കെ തന്നെ വലിയൊരു ആഘോഷമായി മാറി തുടങ്ങി. ഇവരുടെ കാലത്ത് തൃക്കാക്കര ക്ഷേത്രം വലിയ പ്രാധാന്യത്തോടെ നിലനിന്നു. പെരുമാൾ ഭരണകാലത്ത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ ഓണാഘോഷം നടത്തിയെന്നും ഈ കാലത്ത് ചേര ചക്രവർത്തിമാരുടെ കീഴിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരും മറ്റ് പ്രബലരുമൊക്കെ ഇവിടെ എത്തി ദാനങ്ങൾ നൽകുകയും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. AD 860-കളിലെ പെരുമാൾ രാജാവായ സ്ഥാനുരവിയുടെ കാലത്ത് ഒട്ടനവധി ശാസനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ അമൂല്യ നിധികളായി ലഭിച്ചിട്ടുണ്ട്. അതിലെ ഒരു ചെമ്പുപട്ടയ രേഖയിൽ ആവണി ഓണ എന്ന പേരിൽ ഓണാചരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരുവാറ്റുപായ് ക്ഷേത്രത്തിലെ ഓണസദ്യയ്ക്കുള്ള ക്രമീകരണങ്ങളും വിഭവങ്ങൾ ഒരുക്കേണ്ടതുമായ കാര്യങ്ങൾ ഇതിൽ കാണാം. ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇതിനായി ഉപയോഗിക്കണമെന്നും അതിൽ നിന്നും സംഘടിതമായ ഒരു ക്ഷേത്രോത്സവമായും കൂട്ടഭക്ഷണവും ഒക്കെ നൽകുന്ന രീതിയിൽ ആ കാലത്ത് തന്നെ കേരളത്തിൽ ഓണം ആചരിച്ചിരുന്നു എന്നതിന് തെളിവ് നൽകുന്നു. തിരുനെല്ലിയിലെ ശാസനങ്ങളിലും ചില സൂചനകൾ കാണാം. തിരുവല്ല ചെപ്പേടിലും ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തലുകൾ കാണാവുന്നതാണ്. ചുരുക്കിയാൽ പെരുമാൾ ഭരണകാലത്ത് ഓണം എന്നത് ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു പ്രധാന ഉത്സവമായി മാറിയിരുന്നു എന്ന് പറയാം. സംഘകാലത്തൊക്കെ ഓണം എന്നത് മായോൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ പിറന്നാൾ ദിനമായാണ് ആഘോഷിച്ചതെങ്കിൽ രണ്ടാം ചേര സാമ്രാജ്യകാലത്ത് കൂടുതലായും വാമനാവതാര സങ്കല്പവുമായും മഹാബലി കഥയുമായും അത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ചേര രാജാക്കന്മാർ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യവും നൽകിയിരുന്നു എന്നത് ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. AD 1100-കളിൽ രണ്ടാം ചേര സാമ്രാജ്യവും തകരുകയും കേരളത്തിൽ ഒട്ടനവധി നാട്ടുരാജ്യങ്ങളുടെ കാലം ആരംഭിക്കുകയുമുണ്ടായി. അതോടെ പൊതുവായി ഉണ്ടായിരുന്ന കൂട്ടായ്മ തകർന്നു എന്നും അനുമാനിക്കാം. തൃക്കാക്കര ക്ഷേത്രത്തിലെ 28 ദിവസത്തെ ഉത്സവം ഓരോ ദിനവും ഓരോ നാട്ടുരാജാക്കന്മാർ ഏറ്റെടുത്തതായൊക്കെ പറയാറുണ്ട്. കൊച്ചി രാജ്യത്തെ രാജധാനിയായിരുന്ന തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ചാണല്ലോ ഏറെ പ്രസിദ്ധമായ അത്തച്ചമയം എന്ന ഘോഷയാത്ര രൂപപ്പെടുന്നത്. സാമൂതിരിയുമായുള്ള യുദ്ധത്തിലെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഒരു വിജയോത്സവം എന്ന നിലയിൽ അത്തച്ചമയം ആരംഭിച്ചത് എന്നൊരു നിഗമനമുണ്ട്. അതുപോലെ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരുന്ന രാജകീയ ഘോഷയാത്രയാണ് പിന്നീട് അത്തച്ചമയമായി മാറിയത് എന്നും പറയാറുണ്ട്. മലബാറിലെ സാമൂതിരിയുടെ നേതൃത്വത്തിലും ഓണം വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. വെറും ഓണപ്പൂക്കളമിടൽ എന്നതിലുപരി ആ കാലത്ത് യോദ്ധാക്കളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന വേദികൾ കൂടി ഓണക്കാലത്ത് മലബാറിൽ അരങ്ങേറി. മലബാറിലെ തനത് ഓണരൂപങ്ങളും ശ്രദ്ധേയമാണ്. വടക്കൻ മലബാറിൽ ഓണനാളിൽ വീടുകളിൽ അനുഗ്രഹവുമായി ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ എത്തുന്ന തനത് വേഷ സമ്പ്രദായമൊക്കെ കാണാം. മഹാബലിയുടെ പ്രതീകമായി ഓണപ്പൊട്ടനെ കാണുന്നു. സംസാരിക്കാതെ മണിമുഴക്കി വരുന്നത് കൊണ്ടാണ് പൊട്ടൻ എന്ന് വിളിക്കുന്നത്. വീട്ടുകാർ ഓണപ്പൊട്ടന് അരിയും ദക്ഷിണയുമൊക്കെ നൽകുന്നു. അതുപോലെ ഓണത്തിൻ്റെ വരവറിയിക്കുന്ന കുട്ടിത്തെയ്യ രൂപമായ ഓണത്താറും കോലത്ത് നാട്ടിലെ പഴയ അനുഷ്ഠാന കലാരൂപമായ കോതമൂരിയാട്ടവുമൊക്കെ ഓണവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നിലനിൽക്കുന്ന പ്രത്യേക തനത് കലാരൂപങ്ങളാണ്. വടക്കൻ മലബാറിൽ സദ്യയോടൊപ്പം മത്സ്യമാംസ വിഭവങ്ങളും ഒട്ടനവധി പായസങ്ങളും തനതായ കളികളുമൊക്കെ മലബാറിൽ നിറഞ്ഞു നിന്നതായി കാണാം. തിരുവിതാംകൂറിലും പൊതുവിലുള്ള ഓണാഘോഷങ്ങൾക്കപ്പുറം ഭഗവാൻ പത്മനാഭന് ഓണവില്ലുകൾ സമർപ്പിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ മാത്രം പ്രത്യേകതയായി കാണാവുന്നതാണ്. അവിടെയും ഏവർക്കും ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ ആറന്മുള ഉത്രട്ടാതി വള്ളം കളിയും വള്ളസദ്യയും ഇതുപോലെ പ്രസിദ്ധമായ മറ്റൊന്നാണ്. ഭഗവാന് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി വരുന്നതും 64 വിഭവങ്ങളുടെ ആറന്മുള വള്ളസദ്യയും തിരുവോണം കഴിഞ്ഞ് 8-ാം നാളിൽ പമ്പയിൽ നടക്കുന്ന ഉത്രട്ടാതി വള്ളം കളിയും ഓണക്കാലത്തെ ജനകീയ ആഘോഷങ്ങളാണ് എന്ന് പറയാം. തിരുവിതാംകൂറിൽ വേലകളിയും യോദ്ധാക്കളുടെ അഭ്യാസ പ്രകടനങ്ങളുമൊക്കെ നടന്നിരുന്നു. വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഓണപ്പനിനീരും അനുഗ്രഹവും നൽകുന്ന വില്ലടിച്ചാൻ പാട്ടും ഈ മേഖലകളിൽ കാണാം. ഇന്നത്തെ പല രീതികളും നമുക്ക് പഴയ കാലത്ത് തന്നെ തുടരുന്ന ഓണരീതികളിലൂടെ കണ്ടെത്താം. കേരളത്തിൻ്റെ ചരിത്രം കൂടുതലായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നത് വിദേശ യാത്രികരും യൂറോപ്യന്മാർ കേരളത്തിലെത്തിയതോടെയുമൊക്കെയാണല്ലോ.
അപ്രകാരം നൂറ്റാണ്ടുകൾ മുന്നേ കേരളത്തിലെത്തിയ പലരും ഓണവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതായി കാണാം. 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ബർത്തലോമിയോയുടെ എഴുത്തുകളിൽ ചിങ്ങമാസത്തിലെ കൊയ്ത്തുകാലത്ത് നടത്തപ്പെടുന്ന അത്യന്തം മനോഹരമായ ആഘോഷമായി ഓണത്തെ പറയുന്നുണ്ട്. മഹാബലിയുടെ തിരിച്ചുവരവും അതിനായുള്ള ഒരുക്കങ്ങളുമൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ 16-17 നൂറ്റാണ്ടുകളിൽ കേരളത്തിലെത്തിയിരുന്ന ഡച്ച് കമ്പനി ഉദ്യോഗസ്ഥരുടെ എഴുത്തുകളിലും വലിയ ഒരു കൊയ്ത്തുത്സവത്തെ പറ്റിയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന വലിയ കലാകായിക വിനോദങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. 1801 കാലത്ത് എത്തിയിട്ടുള്ള ഫ്രാൻസിസ് ബുക്കാനൻ കമ്പനി ഭരണകാലത്ത് മലബാറിലെ കുടിയാന്മാരും ജന്മികളും തമ്മിലുള്ള ബന്ധത്തെ മികച്ചതാക്കുന്ന വലിയ ആഘോഷമായും ഓണത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വില്യം ലോഗൻ്റെ എഴുത്തുകളിലും ഓണത്തെക്കുറിച്ചും ഓണക്കാഴ്ച ഒരുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തുന്ന വിഖ്യാത സഞ്ചാരിയായിട്ടുള്ള ഇബ്നു ബത്തൂത്ത പോലും ഓണമെന്ന് പറയുന്നില്ലെങ്കിൽ പോലും കൃഷിയെക്കുറിച്ചും അതിനെ തുടർന്ന് നടക്കുന്ന വിളവെടുപ്പ് ഉത്സവത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ ചരിത്ര വഴികൾ മുന്നേറുമ്പോൾ അതിനോടൊപ്പം തന്നെ ഓണവും സഞ്ചരിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. കുടിയാന്മാരും ജന്മികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി ഓണക്കാഴ്ച നടന്നതും എടുത്തു പറയേണ്ടതാണ്. ഒരു കാലത്ത് ജന്മി കുടിയാൻ വ്യവസ്ഥിതിയുടെയും വരേണ്യവർഗത്തിൻ്റെയും ആധിപത്യത്തിലായിരുന്നു ഓണം. കർഷകർ തങ്ങൾ വിളയിച്ച ഏറ്റവും നല്ല വിളകളൊക്കെ ജന്മികൾക്ക് ഓണക്കാഴ്ചയായി നൽകണമായിരുന്നു. പകരം ജന്മിമാർ ഓണക്കോടിയും സദ്യക്കുള്ള വിഭവങ്ങളും നൽകി. എന്നാൽ കാലക്രമേണ ജന്മി വ്യവസ്ഥയ്ക്കെതിരെ തന്നെ പോരാട്ടങ്ങളുണ്ടായി. 1957 ഭൂപരിഷ്കരണ നിയമവും തുടർന്നുണ്ടായ സാമൂഹിക മാറ്റങ്ങളും ഓണത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ജന്മിത്വത്തിൻ്റെ പിടിയിൽ നിന്ന് മാറി ഓണം സാധാരണക്കാരൻ്റെ വലിയൊരു ഉത്സവമായി മാറി. ആ ഒരു കാലത്ത് ഓണവുമായി ബന്ധപ്പെട്ട് വലിയ പഴഞ്ചൊല്ലുകളുമൊക്കെ നാം കേട്ട് കാണും. ഏത് പാവപ്പെട്ടവനായാലും ആണ്ടിലൊരിക്കൽ ആഘോഷിക്കണമെന്ന നിലയിൽ കാണം വിറ്റും ഓണം ഉണ്ണണമെന്നതും ഒരു പരിഷ്കാരവും എത്താത്ത മേഖലകൾക്ക് ഓണം കേറാ മൂല എന്നുമൊക്കെ പറയാറുണ്ടല്ലോ. ചുരുക്കിയാൽ കേരളത്തിൽ അത്രമാത്രം സാർവത്രികമായിരുന്നു ഓണമെന്നും ഏവരും അത് ആഘോഷിച്ചിരുന്നു എന്നതും തന്നെ. ആധുനിക കേരളം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരത്തെ ആകെ അടയാളപ്പെടുത്തുന്ന ഒരു ചിഹ്നമായി ഓണം മാറുകയുണ്ടായി. 1961 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഓണത്തെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചു. ഇന്നത് വലിയ തോതിൽ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല മേഖലകളിലുള്ള മലയാളികളും ഓണം വലിയ തോതിൽ തന്നെ ആഘോഷിക്കുന്നു. മലയാളത്തിൻ്റെ സാംസ്കാരിക പ്രതീകത്തിനൊപ്പം തന്നെ ഇന്ന് ഓണം എന്നത് ഏറ്റവും വലിയ വാണിജ്യ ഉത്സവം കൂടിയായി മാറിക്കഴിഞ്ഞു. മലയാള തനിമയുടെ ആഗോള പ്രതീകമായി തന്നെ നമ്മുടെ മനസ്സുകളിൽ ഓണം ഇന്ന് നിലനിൽക്കുന്നുണ്ട്.